ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊരുവിൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ ലോക്കലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഇറ്റലിയാണ്. നമ്മൾ ഇറ്റലിയിൽ നിന്ന് പോവുകയാണ്. നമ്മൾ നാളെ മുതൽ നമ്മൾ ഇൻ്റർനാഷണലിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് ഫ്രാൻസ് ട്രിപ്പാണ് ഇനി നാളെ മുതൽ ഓടാനുള്ളത്. അപ്പം നമ്മൾ ഇത്രയും ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ നമ്മൾ ഇറ്റലി പോർട്ടിലായിരുന്നു. ഇറ്റലി പോർട്ട് ടു റെനോൾട്ടിൻ്റെ ഷോറൂമിലേക്കായിരുന്നു നമ്മുടെ ഡെലിവറി. അപ്പം ഇനി നാളെ മുതൽ നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പിലേക്ക് മാറാൻ പോവാണ്. അപ്പം നമ്മൾ ഇറ്റലി പോർട്ടിന് അവസാനമായിട്ടൊന്ന് ഒരു MSCയുടെ ഒരു അടിപൊളി കപ്പിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇത് നമ്മുടെ കമ്പനീൻ്റെ ഒരു ട്രക്കാണ് ഇപ്പോൾ അങ്ങോട്ട് പോയേക്കുന്നത്. ഇത് ഇറ്റലിയിലെ ട്രെസ്റ്റ എന്ന് പറഞ്ഞ പോർട്ടാട്ടോ. ട്രിസ്റ്റെ പോർട്ട് നമുക്ക് 24 ഹവറും ഓപ്പൺ ആണ്. നമുക്ക് പോർട്ടിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഏത് സമയത്തും കണ്ടെയ്നർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പോർട്ടിൽ ഉള്ളിലിടണമെങ്കിൽ നമുക്കതിന് ടൈമിംഗ് ഉണ്ട് കേട്ടോ. നമുക്കത് നിശ്ചിത ടൈമിൽ നമ്മളതിന് ഒരു എൻട്രി ഒക്കെ എടുത്ത് അതിനുശേഷം മാത്രമേ നമുക്ക് കാലി കണ്ടെയ്നറോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് പോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പോർട്ട്. നമ്മൾ അവസാനമായിട്ടില്ല, നമുക്ക് ഇനിയും വരാനൊക്കെ ഉണ്ടാവും. നമുക്ക് ലോക്കലൊക്കെ നമുക്ക് ഇടയ്ക്ക് വരാനുണ്ടാവും കാര്യങ്ങളും. പക്ഷേ ഈ ഒരു പോർട്ട് എന്ത് രസമാണെന്നറിയും. നമുക്ക് റെവോഴ്സിനാണ് കേട്ടോ ലോഡിങ്. നമുക്ക് റെനോൾട്ടിൻ്റെ സ്ഥലത്ത് തന്നെയാണ് നമുക്ക് ഇൻ്റർനാഷണലിൻ്റെ ഫസ്റ്റ് ലോഡിങ് പറഞ്ഞേക്കുന്നത് 7 മണിക്ക്. അതും എടുത്ത് നമ്മൾ ഫ്രാൻസ്, അതാണ് MSCയുടെ കപ്പലാണ് കേട്ടോ കിടക്കുന്നത് ഇവിടെ. ഇതും MSCയുടെ ഒരു ലോജിസ്റ്റിക് കപ്പലും ഉണ്ട്. അതേപോലെ തന്നെ MSCയുടെ ഒരു ചരക്ക് കപ്പലും കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പം 2 ലൈൻ റോഡാണ് നമുക്ക് പോർട്ടിലേക്ക് വരുന്നത്. നമുക്ക് ലെഫ്റ്റ് ലൈൻ എന്ന് പറയുന്നത് കാറിന് പോകാനും നമുക്ക് റൈറ്റ് ലൈൻ എന്ന് പറയുന്നത് ട്രക്കിന് പോകാനും. ഇവിടെ ഈ സൈഡ് ഫുള്ളായിട്ട് നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളുമാണ്. അതായത് നമ്മളെ ഈ പോർട്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ആയിരിക്കാം ഇത്. ഈ ഒരു ഏരിയ, നമ്മളെ ഈ പോർട്ടിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുള്ളി അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളാണ്. ഇതൊരു ചെറിയ തുരങ്കമാണ്. നമ്മൾ ചെറിയ തുരങ്കത്തിലേക്ക് കയറാണ് കേട്ടോ. ചെറിയൊരു തുരങ്കമാണ്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 ആണ് കേട്ടോ. നമുക്ക് പോർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറ്റലീൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ നമ്മളൊരു ലോഡ് ചെയ്ത കണ്ടെയ്നർ എടുത്ത് ലുബ്ലിയാനയ്ക്ക് പോകാം കേട്ടോ. ലുബ്ലിയാന നമ്മളെ ദിക്കിലേക്ക് പോവാണ്. നമ്മൾ 2-3 മൊബൈൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങ് എത്തിയിട്ടില്ല. അത് നമുക്ക് നവംബർ 5-ന് വരുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് നമ്മൾ മാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഞാൻ 49-ലാണ് ക്രൂയിസ് ഇട്ടേക്കുന്നത്. നമുക്ക് സ്ലൊവേനിയയിൽ വേറെ ഒരു നിയമമുണ്ട്. സ്ലൊവേനിയയിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. 6 മണി മുതൽ 6 മണി വരെ, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമുക്ക് ട്രക്കൊന്നും ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോകുന്ന വണ്ടീൻ്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഓടിക്കാം. ഓക്കെ, ആണ് നമുക്ക് ഇറ്റലി കേട്ടോ. ഇറ്റലി, നമ്മൾ സ്ലോവേനിയയിൽ നിന്ന് ഇറ്റലിക്ക് വന്നായിരുന്നു. ദ സ്വീഡിഷ് വോൾവോ ട്രക്സ് കമ്മിങ്. നമ്മളത് 50-ൽ ക്രൂസ് സെറ്റ് ചെയ്തേക്കാം കേട്ടോ. 50-ൽ ക്രൂസ് സെറ്റ് ചെയ്തേക്കാണ്. ഇന്ന് നമ്മൾ 4 മണിക്കൂറും 17 മിനിറ്റും ടോട്ടൽ ഡ്രൈവിംഗ് ആയി. നമുക്കൊരു ദിവസം മാക്സിമം 9 മണിക്കൂർ ഓടിക്കാമോ. ഇതൊരു പെട്രോൾ പമ്പാണ്. ഇനി സ്ലൊവേനിയ, വെനീസിയ സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് സ്ലൊവേനിയാണ് കേട്ടോ. ഓക്കെ, നമ്മളെ വണ്ടീൻ്റെ ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 5 കിലോമീറ്റർ ലെസ് ചെയ്ത് വണ്ടി, അതായത് നമ്മളിപ്പോൾ 50 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം
55 വരെ കേട്ടോ. ഓക്കെ, ആ രീതിയിലാണ്. ഇതൊക്കെ പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ഒരു മലഞ്ചെരിവാണ് ശരിക്കും. ഇതൊക്കെ നമുക്ക് സ്പീഡ് ലിമിറ്റ് 50 തന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ക്യാമറയിൽ പിടിക്കും. നമുക്ക് 50 തന്നെ പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മളെ പോർട്ട് അനുബന്ധമായ ഓഫീസും റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ. ട്രിസ്റ്റേ പോർട്ടാണ്, ഇറ്റലി ട്രിസ്റ്റേ പോർട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. ട്രിസ്റ്റേ പോർട്ട് നമ്മുടെ ബാക്കിലൊരു യൂറോടെക്കിൻ്റെ ട്രെയിലർ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യം. ഇതൊക്കെയാണ് നമ്മളെ പോർട്ടിൻ്റെ വിശേഷങ്ങൾ ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോർട്ട് അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ പോർട്ടിലൊക്കെ വരുമായിരുന്നു. ഇനിയിപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും 2 ആഴ്ചയിലൊക്കെ നമ്മൾ ബേസ് എത്തുകയുണ്ടോ. 2 ആഴ്ച 3 ആഴ്ച ആ രീതിയിലായിരിക്കും മിക്കവാറും നമ്മൾ ബേസ് എത്തുക. ഇത് ഈ ടൈം ഇപ്പോൾ സമയം 2:45 കേട്ടോ. നമ്മളൊരു 5-6 മണി കഴിഞ്ഞാൽ ഈ റോഡൊക്കെ നമുക്ക് ബ്ലോക്ക് ആയിരിക്കുമായിരുന്നു. പല ദിവസങ്ങളിലും റഷ് ആവുമായിരുന്നു. ഓഫീസ് ടൈമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര റഷാണ് ഈ റോഡ്. പക്ഷേ 50 കേട്ടോ സ്പീഡ് ലിമിറ്റ്. എല്ലാവരുടെയും നമ്മൾ സ്പീഡ് ലിമിറ്റ് നോക്കി ഓടിക്കണം. ഇവിടെ ഫൈനും കാര്യങ്ങളും വലിയ ഫൈനാണ്. ഇറ്റലി ആയാലും സ്ലൊവേനിയ ആയാലും. അപ്പോൾ നമ്മൾ നിയമങ്ങളൊക്കെ കർശനമായി പാലിച്ചുകൊണ്ട് വേണം നമ്മളിവിടെ വാഹനങ്ങൾ ഓടിക്കാൻ.